മിക്ക രക്ഷിതാക്കളും ആശങ്കാകുലരാണ്. തങ്ങളുടെ കുട്ടികളെക്കുറിച്ചുള്ള ആശങ്ക. ഈ ആശങ്കയ്ക്കൊരു പ്രധാന കാരണം രക്ഷിതാക്കൾ തന്നെയാണ്. പ്രധാനമായിട്ടും കുട്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുട്ടിയുടെ കയ്യിൽ വിതിൻ മൊമെന്റ്സ് എത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ രക്ഷിതാക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകം. കുട്ടിയെ ചുട്ടെടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ എല്ലാ മൈൽസ്റ്റോണും ഡെവലപ്മെൻറ്റ്സും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ അവന് കൊടുക്കേണ്ട എല്ലാ ലൈഫ് സ്റ്റൈലും പാരൻറ്റിങ്ങും കൊടുത്തിരിക്കണം. ഈ ചുട്ടെടുക്കുക എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് നമ്മുടെ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും കുട്ടി അറിഞ്ഞിരിക്കണം. കുട്ടിയെ കൊണ്ട് എല്ലാ കാര്യങ്ങളും അവൻ പ്രാപ്തനായി വരുമ്പോൾ തന്നെ പഠിപ്പിച്ചിരിക്കണം. അവൻ അതിൻ്റെ ഉത്തരവാദിത്വ ബോധം നമ്മൾ കൊടുത്തിരിക്കണം. എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി എത്തുന്ന ഒരു കുട്ടിയെ നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോവുക, നമ്മുടെ അടുത്തുള്ള ബാലികാ മന്ദിരത്തിലേക്ക് കൊണ്ടുപോവുക, ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ കാണിക്കുക, ഹോസ്പിറ്റൽസ് കാണിക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളുടെ വീടിനുള്ളിൽ കാണുന്ന സുഖ സൗകര്യങ്ങളൊന്നുമല്ല ചുറ്റിനുമുള്ളത് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ രണ്ട് പാവം പിടിച്ച ആളുകളുടെ ജീവിത ശൈലിയും ജീവിത രീതികളും ചുറ്റുപാടുകളും മനസ്സിലാക്കി കൊടുക്കാനും കൂടെ നമ്മൾക്ക് കഴിയണം. നമ്മുടെ വാർഡിൽ തന്നെ ഉണ്ടാവും, നമ്മളുടെ ഏരിയയിൽ തന്നെ ഉണ്ടാവും കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർ. ഒരു യൂണിഫോം മാത്രം ഇട്ടുകൊണ്ട് എല്ലാ ദിവസവും സ്കൂളിൽ വരുന്ന കുട്ടി. ഈ കാലഘട്ടത്തിലും അതില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് 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 പേരുണ്ട്. നമ്മൾ അറിയാതെ, നമ്മൾ അറിയിക്കാതെ അവരവരുടെ ജീവിതത്തിൽ ഒതുങ്ങി കഴിയുന്ന ഒരുപാട് പേര്. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ശരിയായ രീതിയിൽ അവന് മറ്റു ലൈഫ് സ്കിൽസ് ഒന്നും നമ്മൾ കൊടുക്കേണ്ടി വരില്ല. ഇതാണ് ലൈഫ് എന്ന് അവന് മനസ്സിലാവും. അവൻ പതിയെ ഫോണിൽ നിന്നും ഒക്കെ വിഡ്രോവലാവും. അവൻ എന്തെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റിയിൽ ആക്റ്റീവാവും. ഈ സ്കൂളുകളിൽ NSS പോലുള്ള പ്രോഗ്രാമുകളിൽ അധികവും ചെയ്യുന്നത് പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ഓരോ വിങ്ങുകളിലും അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ കുട്ടികളെ കൊണ്ട് സജീവ പങ്കാളിത്തം ഉണ്ടാക്കിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അവനിൽ അതൊരു വലിയ മാറ്റമാണ്, അവനിൽ അതൊരു തുടക്കമാണ്. അത് ആ പ്രായത്തിലല്ല തുടങ്ങേണ്ടത്. വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ കുട്ടിയുടെ മനസ്സിൽ ഇത്തരം ചിന്താഗതികൾ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് കുട്ടിയെ ചുട്ടെടുക്കുക എന്ന് പറയുന്നത്.